നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി സെർജി ലാവ്റോവാണ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം സ്ഥിരീകരിച്ചത്. സന്ദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സർക്കാർ തലവന്റെ ക്ഷണം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു. റഷ്യൻ രാഷ്ട്രീയ തലവന്റെ ഇന്ത്യൻ റിപ്പബ്ലിക് സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി എത്തിയത് റഷ്യയിലേക്കാണെന്നും ഇനി നമ്മുടെ ഊഴമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ റഷ്യ സന്ദർശിച്ചിരുന്നു. 2000-ൽ തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനത്തിലെ കരാറുകളുടെ ഭാഗമായി ജൂലൈയിലായിരുന്നു ആദ്യ സന്ദർശനം. പിന്നാലെ ഒക്ടോബറിൽ കസാനിൽ നടന്ന 16ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വീണ്ടും അദ്ദേഹം റഷ്യയിലെത്തി. പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലൂടെയും പുടിനും മോദിയും പതിവായി മികച്ച ബന്ധം പുലർത്തി വരാറുണ്ട്. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പുടിൻ ആശംസകൾ നേരുകയും വർഷങ്ങളായി ഇന്ത്യയുടെ പുരോഗതിയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. സാമൂഹ്യ സാമ്പത്തിക വളർച്ച, ശാസ്ത്രീയ പുരോഗതി, ആഗോള പ്രാധാന്യം എന്നിവയിൽ ഇന്ത്യ കരസ്ഥമാക്കിയ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. റഷ്യ ഇന്ത്യ ബന്ധങ്ങൾ പ്രത്യേകവും സവിശേഷവുമായി തന്ത്രപരമായ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എല്ലാ മേഖലകളിലും ഉൽപാദനക്ഷമമായ ഉഭയകക്ഷി സഹകരണം സ്ഥിരമായി കെട്ടിപ്പടുക്കുന്നതിനും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ സൃഷ്ടിപരമായ ഇടപെടലുകൾ നടത്തുന്നതിനും സംയുക്ത ശ്രമങ്ങൾ നടത്തണമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു ഇന്ത്യയുമായുള്ള റഷ്യയുടെ ബന്ധത്തെക്കുറിച്ചുള്ള പുടിൻ പറഞ്ഞത്. അടുത്തിടെ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകളെയും ട്രംപ് പ്രശംസിച്ചിരുന്നു. ഉക്രൈനുമായുള്ള 30 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ തന്റെ ആദ്യ പ്രസംഗത്തിലായിരുന്നു വിഷയത്തിൽ ഇടപെട്ട മോദി ഉൾപ്പെടെയുള്ള പല ലോക നേതാക്കളും അദ്ദേഹം നന്ദി അറിയിച്ചത്. ഈ ലോക നേതാക്കളുടെ എല്ലാം ഇടപെടൽ മഹത്തായ ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.